സോ രേഷ്മ പ്ലീസ്. ഓക്കെ ആണ്. മിസ് ഞാൻ പ്രൊജക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അയക്കാം. ഞാൻ മെസ്സേജ് കണ്ടിരുന്നു. ഓക്കെ. ഓഡിബിൾ അല്ലേ? സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ. ഇനി ഒരു ഇ-കൊമേഴ്സിന്റെ വെബ്സൈറ്റ് ഷെയർ ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ബൂട്ട്സ്ട്രാപ്പിന്റെ ഫ്രണ്ട് എൻഡ് മോഡിഫൈഡ് ആയിട്ടുള്ള സെക്ഷൻ കൊടുക്കുക. ഹോം പേജ്, എബൌട്ട് സെക്ഷൻ, ലോഗിൻ, സൈൻ അപ്പ്, കോണ്ടാക്ട് സെക്ഷൻ, ആ രീതിയിൽ ഫ്രണ്ട് എൻഡ് അലൈൻ ചെയ്ത് കൊടുക്കുക. ഇതിൽ എല്ലാ ഫങ്ഷൻസ് ആഡ് ചെയ്തിട്ടില്ല. ദെൻ പ്രോപ്പർലി നമ്മൾ ആ ഒരു സൈറ്റിന് ലോഗോ പ്രൊവൈഡ് ചെയ്യുക. എക്സ്ട്രാ വേണ്ട കണ്ടന്റ്സ് ആണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്, ഈ ഒരു സെക്ഷനിൽ ഇല്ലാത്തത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു സൈൻ അപ്പ് സെക്ഷൻ. ഈ ഒരു പ്രൊജക്റ്റിൽ 2 മൊഡ്യൂൾസ് ആണ് വരുന്നത്. ഒന്ന് അഡ്മിനും ദെൻ സെക്കൻഡ് വൺ യൂസർ. ഓക്കെ. യൂസർ സൈൻ അപ്പ് ചെയ്ത് കയറുക. ഫീൽഡ്സ് ഈ സെക്ഷൻസ് ആണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, അഡ്രസ്, കോണ്ടാക്ട് നമ്പർ, ഇമെയിൽ, പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ് ഫീൽഡ്സ്. ദെൻ ഒരു ഇമേജ്, പ്രൊഫൈൽ ഇമേജ് അപ്ഡേറ്റ് ചെയ്യുന്ന സെക്ഷൻ. ക്ലിയർ അല്ലേ? ദെൻ എല്ലാ ഫീൽഡ്സിലും പ്രോപ്പർലി വാലിഡേഷൻ കൊടുക്കുക. നമ്മൾ കോളേജിന്റെ പ്രൊജക്റ്റിൽ ചെയ്ത അതേ സെക്ഷൻസ് തന്നെ. യൂസർ നെയിമിന് വേണം, ഇമെയിലിന് വേണം, ഫോൺ നമ്പർ, പാസ്വേഡ് ഫീൽഡ്സിനും. ഇമെയിലിന് .com വേണം, ഓൾറെഡി എക്സിസ്റ്റ് വേണം. കോണ്ടാക്ട് നമ്പറിന് 10 ഡിജിറ്റും വേണം, ഓൾറെഡി എക്സിസ്റ്റും വേണം. യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് മാത്രം. പാസ്വേഡിന് അറ്റ്ലീസ്റ്റ് മിനിമം ലെങ്ത് എങ്കിലും അവിടെ പാസ് ചെയ്യാം. ഓക്കെ. സൈൻ അപ്പ് സെക്ഷൻ ഇതാണ് വരുന്നത്. ദെൻ അഡ്മിൻ സൈഡ് ലോഗിൻ ചെയ്യാം. അഡ്മിൻ സൈഡ് സൂപ്പർ യൂസർ വഴി ക്രിയേറ്റ് ചെയ്യാം. ദെൻ അഡ്മിൻ സൈഡിൽ വരേണ്ട സെക്ഷൻസ് എന്ന് പറയുന്നത് കാറ്റഗറി ആഡ് ചെയ്യുന്നു. പ്രോപ്പർലി അഡ്മിൻ സൈഡിൽ ഒരു ഡാഷ്ബോർഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അതിലേക്ക് കണ്ടന്റ്സ് കൊടുക്കുക. ദെൻ അതിനുശേഷം നവബറിലേക്ക് ഒരു ലിങ്ക്സ് കൊടുക്കുക. ആഡ് കാറ്റഗറി, ഒരു കാറ്റഗറി ആഡ് ചെയ്തതിന് ശേഷം കാറ്റഗറി ആഡഡ് എന്ന മെസ്സേജും ഡിസ്പ്ലേ ചെയ്യിക്കുക. ഓക്കെ. ദെൻ അതിനുശേഷം പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന ഫോം, പ്രൊഡക്റ്റ് നെയിം, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ക്വാണ്ടിറ്റി, ദെൻ ആ ഒരു കാറ്റഗറിയുടെ ഡ്രോപ്പ് ഡൗൺ, ദെൻ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇമേജ്. പ്രൊഡക്റ്റ് ആഡ് ചെയ്തതിനു ശേഷം ഈ ഒരു പേജിൽ തന്നെ റീഡയറക്ട് ചെയ്ത് നിർത്തി പ്രൊഡക്റ്റ് ആഡഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കുക മെസ്സേജ്. ക്ലിയർ അല്ലേ? കാറ്റഗറി എവിടെയാണ് മെൻഷൻ ചെയ്യേണ്ടത്? കാറ്റഗറി ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നത് വരത്തില്ലേ? ഇപ്പൊ ഹെയർ ഓയിൽ എന്ന കാറ്റഗറിയിലാണെങ്കിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഓക്കെ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ പ്രൊഡക്ട്സിനെ ലിസ്റ്റ് ചെയ്യിക്കുന്ന സെക്ഷൻ. പ്രൊഡക്ട്സിനെ ലിസ്റ്റ് ചെയ്യിക്കുമ്പോൾ എഡിറ്റും കൂടി കൊടുക്കണം. ഇവിടെ അത് ആഡ് ചെയ്തിട്ടില്ല. പ്രൊഡക്റ്റിന് എഡിറ്റ് ഫംഗ്ഷനും വേണം. എഡിറ്റ് ആൻഡ് ഡിലീറ്റ്. ഓക്കെ.
ദെൻ സൈൻ അപ്പ് ചെയ്ത് കയറുന്ന യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ നെയിം എന്ന ഫീൽഡിൽ ഫസ്റ്റ് നെയിം പ്ലസ് ലാസ്റ്റ് നെയിം വാല്യൂസ് കൊടുക്കണം. പിന്നെ ആക്ഷനിൽ ഡിലീറ്റ് മാത്രം മതി. യൂസേഴ്സിന്റെ ആകുമ്പോൾ only ഡിലീറ്റ്. ദെൻ ലോഗൌട്ട് ഫംഗ്ഷൻ. അഡ്മിൻ സൈഡ് ക്ലിയർ അല്ലേ? കോളേജിൽ ചെയ്ത ബേസിക് ആയിട്ടുള്ള അതേ ഫംഗ്ഷൻസ് ഒക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അഡ്മിൻ സൈഡ് ടോട്ടലി ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാറ്റഗറി ആഡ് പ്രോഡക്റ്റ് മാത്രം അപ്പൊ അഡ്മിൻ സൈഡിൽ ചെയ്താൽ മതിയോ? അതെ, ആഡ് കാറ്റഗറി, ആഡ് പ്രോഡക്റ്റ്, വ്യൂ പ്രോഡക്റ്റ്, പിന്നെ പ്രൊഡക്റ്റിന്റെ എഡിറ്റും ഡിലീറ്റും, വ്യൂ യൂസർ, ഈ ഫങ്ഷൻസ് മാത്രമാണ് അഡ്മിൻ സൈഡ് വരുന്നത്. വ്യൂ യൂസർ നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കയറുന്ന യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്യിക്കില്ലേ? ഓ അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. കോളേജ് പ്രൊജക്റ്റിൽ ടീച്ചേഴ്സിനെ വ്യൂ ചെയ്യിച്ച പോലെ. ഓക്കെ ഓക്കെ. ദെൻ ഇനി ലോഗ് ഔട്ട് ചെയ്ത് നമുക്കൊരു യൂസറിനെ ലോഗിൻ ചെയ്യാം. ഫ്രണ്ട് എൻഡ് പ്രോപ്പർലി സ്റ്റൈൽ ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ വേണ്ട സെക്ഷൻസ് എന്ന് പറയുന്നത് അഡ്മിൻ സൈഡിൽ നമ്മൾ കാറ്റഗറീസ് ആഡ് ചെയ്തിരുന്നില്ലേ? ആ കാറ്റഗറീസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, അഡ്മിൻ സൈഡിൽ ആഡ് ചെയ്ത കാറ്റഗറീസ്. കാറ്റഗറീസ് ആഡ് ചെയ്യുമ്പോൾ സെയിം നെയിമിനുള്ള കാറ്റഗറി വീണ്ടും ആഡ് ചെയ്യാൻ പറ്റരുത്. ഇതുപോലെ സെയിം നെയിമിലുള്ള കാറ്റഗറി ലിസ്റ്റ് ചെയ്യിക്കരുത്. ക്ലിയർ അല്ലേ? മനസ്സിലായി. ഇവിടെ കാറ്റഗറിയുടെ നെയിം യൂണീക്ക് ആയിട്ട് കൊടുക്കണം. പിന്നെ ഓരോ കാറ്റഗറീസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സിനെ ലോഡ് ചെയ്യിക്കണം. ഓക്കെ, ഓരോ കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ആ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സ് നൗബാർ എല്ലായിടത്തേക്കും കോമൺ ആയിട്ട് കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാറ്റഗറി, നോ പ്രൊഡക്ട്സ് ഇൻ ദിസ് കാറ്റഗറി എന്ന മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുക. നോ പ്രൊഡക്ട്സ് ഇൻ ദിസ് കാറ്റഗറി എന്ന്. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ നോക്കി നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സ് നമ്മൾ ലിസ്റ്റ് ചെയ്യിക്കില്ലേ, അവിടെ നിന്ന് ആഡ് ടു കാർട്ട് ഫീച്ചർ കൊടുക്കണം. ഈ ഒരു 2 സെക്ഷൻസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്ത പ്രൊജക്റ്റിൽ നിന്ന് ചെറിയ ചേഞ്ചസിൽ വരുന്നത്, എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ആഡ് ടു കാർട്ട് ഫീച്ചർ കൊടുക്കുമ്പോൾ നമുക്ക് കാർട്ടിലേക്ക് ആഡ് ആവണം. ഇതൊരു പ്രോപ്പർ ഈ ഹെഡ് സെക്ഷൻ ഒന്നും കൊടുക്കാണ്ട് ഒരു ടേബിൾ ഫോർമാറ്റിൽ പോലെ ആഡ് ചെയ്യുക കാർട്ടിലേക്ക്. നോർമലി നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ടേബിൾ ഫോർമാറ്റിലല്ലേ വരുന്നത്, ഇതുപോലെ ഒരു കാർഡ് അല്ലല്ലോ. സോ ഫ്രണ്ട് എൻഡ് അതുപോലെ ലിസ്റ്റ് ചെയ്യിക്കാം. അപ്പൊ റെസ്പോൺസീവ് വ്യൂയിലേക്ക് വരുമ്പോഴത്തേക്ക് അതുപോലെ ലെഫ്റ്റ് റൈറ്റ് സ്ക്രോളിങ് ആ ഒരു ടേബിളിന് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് കാർട്ടില് ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യാൻ പറ്റണം, ഇൻക്രീസ് ചെയ്യാൻ പറ്റണം. അതിനനുസരിച്ച് ഇതാ ടോട്ടൽ എമൗണ്ട് ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ദെൻ 1ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഈ കാർട്ടിൽ നിന്ന് റിമൂവ് ആവണം. 1ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കാർട്ടിൽ നിന്ന് പ്രൊഡക്റ്റ് റിമൂവ് ആവണം. അതുപോലെ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രൊഡക്റ്റ് കാർട്ടിൽ നിന്ന് റിമൂവ് ആവണം. അപ്പൊ കാർട്ട് ഈസ് എംപ്റ്റി എന്നവിടെ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കുക. ഈ ടോട്ടൽ എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ട, കാർട്ട് ഈസ് എംപ്റ്റി എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കാം. ക്ലിയർ ആണോ? യെസ് മാം.
മിസ്. ദെൻ ഇവിടെ ഒരു ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യാനുണ്ട്. പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് എന്നൊരു ഓപ്ഷൻ കൂടി കൊടുക്കുക. ഓക്കെ, പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് വരുമ്പോഴത്തേക്ക് then അതിന് ശേഷം ഓർഡർ പ്ലേസ്ഡ് എന്ന ഒരു സെക്ഷനെ ഡിസ്പ്ലേ ചെയ്യിച്ച് ആ ഒരു ടൈമിൽ ഈ കാർട്ട് എംപ്റ്റി ആക്കി കൊടുക്കണം. കാർട്ടില് നമ്മൾ ബൈ ചെയ്ത കണ്ടന്റ്സ് റിമൂവ് ചെയ്യണം. ക്ലിയർ അല്ലേ? മിസ് ഒന്നുകൂടി ഒന്ന് പറയാമോ? ഓക്കെ, ഇവിടെ കാർട്ടില് പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. then ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പർച്ചേസ് ചെയ്യാൻ കാർട്ടിലുള്ള പ്രൊഡക്ട്സിനെ പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷൻ ആണത്. പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പേജിലേക്ക് റീഡയറക്ട് ചെയ്താൽ മതി ഓർഡർ പ്ലേസ്ഡ് എന്ന്. ബട്ട് തിരികെ വന്ന് നമ്മൾ കാർട്ടിൽ നോക്കുമ്പോൾ കാർട്ട് എംപ്റ്റി ആയിരിക്കണം, കാരണം അത് നമ്മൾ പർച്ചേസ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ. റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ മിസ്. അതുപോലെ കാർട്ടിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കാർട്ടിലെ കൗണ്ട് അവിടെ 1 എന്ന് കാണിക്കുക. നമ്മൾ അഡ്മിൻ സൈഡിൽ കൗണ്ട് ലിസ്റ്റ് അവിടെ ചെയ്യിച്ച പോലെ ട്യൂഷൻ സെന്ററിന്റെ പ്രൊജക്ട് അതുപോലെ ഇവിടെ കാർട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യുമ്പോൾ കൗണ്ട് ഡിസ്പ്ലേ ചെയ്യിക്കുക. ബട്ട് ഇവിടെ ഈ സെയിം പ്രൊഡക്റ്റ് തന്നെ കൗണ്ട് 2 ആണെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ കൗണ്ട് മാത്രം അവിടെ ഡിസ്പ്ലേ ചെയ്യിച്ചാൽ മതി, ക്വാണ്ടിറ്റിയുടെ കൗണ്ട് അല്ല. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ആണുള്ളതെങ്കിൽ കൗണ്ട് 1, അതിലിപ്പോ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ആ ഒരു പ്രൊഡക്റ്റിന് കൗണ്ട് 1 ആയിരിക്കണം. ഇപ്പൊ വേറൊരു ഡിഫറെന്റ് പ്രൊഡക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ കൗണ്ട് 2 എന്ന് കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ആ ഒരു യൂസറിന്റെ എഡിറ്റ് പ്രൊഫൈൽ സെക്ഷൻ കൊടുക്കുക. എഡിറ്റ് പ്രൊഫൈലിലും എല്ലാ വാലിഡേഷൻസും കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്നത്. ദെൻ ലോഗ് ഔട്ട് ചെയ്യുക. ഒതന്റിക്കേഷൻ പാസ് ചെയ്യണം. ലോഗിൻ ചെയ്യാണ്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റരുത്. ടോട്ടൽ പ്രൊജക്ട് ക്ലിയർ അല്ലേ? ഓക്കെ മിസ്. ഈ ഒരു പ്രൊജക്ടിന്റെ ടൈം വരുന്നത് 14 നെക്സ്റ്റ് ട്യൂസ്ഡേയിലേക്ക്. 15th ടൈം ഉണ്ട്. മാക്സിമം നിങ്ങൾ 14th തന്നെ ഫിനിഷ് ചെയ്യുക. നമുക്ക് ചെക്ക് ചെയ്ത് അപ്ഡേഷൻസ് ഒക്കെ നോക്കാം. സോ 14th തന്നെ മാക്സിമം ടോട്ടൽ സെക്ഷൻസ് ഫിനിഷ് ചെയ്തോളൂ. ഈ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സാമ്പിൾ പ്രൊജക്ട് അസൈൻ ചെയ്യും. അതിനുശേഷമായിരിക്കും ലൈവിലേക്ക് എൻ്റർ ആവുന്നത്. ഓരോരുത്തരും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അവർക്ക് സാമ്പിൾ അസൈൻ ചെയ്യുക. അപ്പോൾ എത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തോളൂ. മിസ് Then, കോഡിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എന്താണ്? ഹലോ, കോഡിനകത്ത് പ്രോജക്റ്റ് 3 ചെയ്തത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ എല്ലാം ഫസ്റ്റ് പേജ് മാത്രം സ്ക്രീൻഷോട്ട് ചെയ്താൽ മതിയോ അതോ? മതി, ഫസ്റ്റ് പേജ് മാത്രം സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാം. അജാക്സിന്റെ ഞാൻ അസൈൻ ചെയ്തിട്ടില്ല, അത് കോർ ഒന്ന് ചെക്ക് ചെയ്തേക്കാം, ഇന്ന് അസൈൻ ചെയ്യാം.
നെക്സ്റ്റ് നമുക്കിനി ജിറ്റ് ഹബിന്റെ ഒരു പോർഷൻ കൂടിയുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. എല്ലാം ക്ലിയർ ആണെങ്കിൽ ലീവ് ആയിക്കോളൂ. മിസ് പാർവതി ഡൗട്ട് ചെയ്യാം. ഓക്കെ, ചോദിച്ചോളൂ. ഓക്കെ.